IPLന്റെ ക്വാളിഫയർ 2-ൽ ഇന്നലെ മുംബൈ ഇന്ത്യൻസിനെതിരായ മത്സരത്തിൽ സ്ലോ ഓവർ റേറ്റ് നിലനിർത്തിയതിന് പഞ്ചാബിന്റെ ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർക്ക് 24 ലക്ഷം രൂപ പിഴ ചുമത്തി. മുംബൈ ഇന്ത്യൻസിനെതിരെ പഞ്ചാബ് കിങ്സ് 5 വിക്കറ്റിന് മികച്ച വിജയം നേടുകയും ഫൈനലിലേക്ക് എത്തുകയും ചെയ്തു. IPLന്റെ പെരുമാറ്റച്ചട്ടം ലംഘിച്ചതിനാൽ ശ്രേയസിനെ ശിക്ഷിക്കുകയും പ്ലേയിങ് 11ലെ മറ്റ് അംഗങ്ങൾക്ക് 6 ലക്ഷം രൂപ അല്ലെങ്കിൽ അവരുടെ മാച്ച് ഫീയുടെ 25% പിഴ ചുമത്തി. അതിലേതാണോ കുറവ് അതായിരിക്കും പിഴയായി ചുമത്തുക. മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ ഹർദിക് പാണ്ഡ്യയും ഇതേ കുറ്റത്തിന് കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. 30 ലക്ഷം രൂപയാണ് ഹർദിക് പിഴ ചുമത്തിയത്. മുംബൈ ഇന്ത്യൻസിന്റെ പ്ലേയിങ് 11ലെ ബാക്കി കളിക്കാർക്ക് 12 ലക്ഷം രൂപ അല്ലെങ്കിൽ അവരുടെ മാച്ച് ഫീയുടെ 50% പിഴയും ചുമത്തിയിട്ടുണ്ട്. പഞ്ചാബ് കിങ്സിന് വേണ്ടി ശ്രേയസ് അയ്യർ 41 പന്തിൽ 81 റൺസ് നേടി പുറത്താകാതെ നിന്നു. ക്വാളിഫയർ 2-ൽ 5 തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസിനെ 5 വിക്കറ്റിനാണ് അവർ പരാജയപ്പെടുത്തിയത്. 2014 അവസാനമായി പഞ്ചാബ് കിങ്സ് ഫൈനലിൽ കളിച്ചത്. ഇനി ജൂൺ 3 ചൊവ്വാഴ്ച 4 തവണ ഫൈനൽ കളിച്ച റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെയാണ് അവർ നേരിടുക. 204 റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബിനെ 21 പന്തിൽ 38 റൺസ് എടുത്ത ജോഷ് ഇംഗ്ലീഷ് ബുംറയുടെ ഒരൊറ്റ ഓവറിൽ അടിച്ചു കൂട്ടിയതാകട്ടെ 20 റൺസാണ്. 7.5 ഓവറിൽ ക്യാപ്റ്റൻ അയ്യരും നഹാൽ വധേരയും ചേർന്ന് 84 റൺസാണ് ടീമിന് വേണ്ടി നേടിക്കൊടുത്തത്. അയ്യർ ഒരു ഓവർ ബാക്കി നിൽക്കെ തന്റെ ജോലി പൂർത്തിയാക്കി. അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ 8 സിക്സറുകളാണ് പറന്നത്. നേരത്തെ തിലക് വർമ്മയും സൂര്യകുമാറിന്റെയും 44 വീതമുള്ള സംഭാവനയും കൂട്ടിയിട്ടാണ് മുംബൈ ഇന്ത്യൻസ് 6 വിക്കറ്റിന് 203 റൺസ് നേടിയത്. 8 റൺസ് എടുത്ത രോഹിത് ശർമ്മ പുറത്തായതിനു ശേഷം ഓപ്പണർ ജോണി ബെയർസ്റ്റോ 24 പന്തിൽ 38 റൺസ് എടുത്ത് വീണ്ടും മികച്ച തുടക്കമാണ് നൽകിയത്. തിലകിനൊപ്പം 51 റൺസാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത്. പിന്നീട് സൂര്യകുമാറിന്റെ കൂടെ ചേർന്ന് 3-ാം വിക്കറ്റിൽ 72 റൺസിന്റെ കൂട്ടുകെട്ടും പടുത്തുയർത്തി. നമർദീറിന്റെ 18 പന്തിൽ 37 റൺസും അവസാനം നിർണായകമായി. യുസ്വേന്ദ്ര ചഹൽ 4 ഓവറിൽ 39 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് വീഴ്ത്തി. വൈശാഖ് വിജയകുമാർ 3 ഓവറിൽ 30 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റും കെയിൽ ജാമിൻസൺ 4 ഓവറിൽ 30 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റും അസ്മത്തുള്ള ഒമർസായി ആകട്ടെ 43 റൺസ് വിട്ടുകൊടുത്ത് 2 വിക്കറ്റും നേടി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ഇവരാണ് പഞ്ചാബിന് വേണ്ടി വിക്കറ്റുകൾ നേടിയത്. കൂടുതൽ IPL വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.